2026 എക്സാം എഴുതാൻ പോകുന്നവരാണ് നിങ്ങൾ അല്ലേ? ആൻഡ് സ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. യെസ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളുടെ ഇപ്പോൾ പ്രീവിയസ് ഇയറിൽ എഴുതിയിട്ടുള്ള ഒരുപാട് പേരെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് തന്നെ പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് സെറ്റായിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആ പ്രോപ്പറായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കാരണം അവർക്ക് പ്രോപ്പറായിട്ട് അവർ വിചാരിച്ച അത്രയും ആ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റാണ്ട് വരിക. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ കുറേ എന്തൊക്കെയോ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കാണ്ട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എപ്പോഴും നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് വേണ്ട ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് നിങ്ങൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ നിന്നൊക്കെ എനിക്ക് വേണ്ട അച്ചീവ്മെന്റ്സ് കിട്ടുന്നു അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ എല്ലാ മെത്തേഡ്സ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നുണ്ടാവുക അല്ലേ? അതായത് ലെസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. നിങ്ങൾ ഇങ്ങനെ കുറേ കോൺസെപ്റ്റ് മാത്രം നമ്മൾ വെച്ചിട്ട് അത് ഓൾറെഡി കോൺസെപ്റ്റ് നമ്മൾ പക്ക ക്ലിയർ ആക്കിയിരിക്കണം. പക്ഷെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണില്ല, പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണില്ല. വെറുതെ റാൻഡംലി കുറേ നോട്ട്സ് നമ്മൾ കുറേ എന്തൊക്കെയോ ലെക്ചേഴ്സ് കണ്ടിട്ട് കുറേ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു, അത് പിന്നെ ഫോളോ ചെയ്യുന്നില്ല, അത് പിന്നീട് റിവൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അവിടെ എത്തണം എന്നില്ല, നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് പിന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം എന്നില്ല. നമ്മൾ അവിടെ ഫെയിൽ ആയി പോകും അല്ലെ? നമ്മൾ ഫെയിൽ ആയി പോകരുത്. അപ്പോൾ നമ്മൾ മാക്സിമം ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടുകയാണ്, അത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അത്രയും നമ്പർ ഓഫ് മെത്തേഡ്സ്, അത്രയും പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഓരോ ഫോർമുലാസ് നമ്മൾ എഗെയിൻ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മൾ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എഗെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുന്നതിനും അതുപോലെ ടൈം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നതിനും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അത്രയും റിലവന്റ് ആയിട്ടുള്ള കാര്യമാണ് മിസ് പറയണത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, വെറുതെ കുറെ റാൻഡംലി കുറെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മൾ ഒരു പ്ലാനോ ഇല്ലാണ്ട് റാൻഡംലി എന്തൊക്കെയോ കോൺസെപ്റ്റ് നോക്കുക, റാൻഡംലി എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് നോക്കുക, എന്തൊക്കെയോ അവിടേക്കോ ഇവിടേക്കോ നോക്കിയിട്ട് നമ്മൾ പോവുക. അത് വെച്ചിട്ട് യാതൊരു കാര്യമില്ല, അത് ഫുള്ളി ടൈം വേസ്റ്റേജ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇന്ന ദിവസം ഞാൻ ഈ ഒരു ചാപ്റ്റർ ഇത്ര ചാപ്റ്റേഴ്സ് പഠിക്കും, അതിൽ ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്തിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രോപ്പർ പ്ലാനിങ് എപ്പോഴും വരുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്തുകൊണ്ടും ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇത്ര കാര്യങ്ങൾ ഞാൻ ഇത്ര ദിവസം കൊണ്ട് ഇത്ര കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ആ ടൈം ടേബിൾ വെറുതെ ഉണ്ടാക്കിയാൽ പോരാ, അത് ഫോളോ ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുക. 2 ദിവസം വെറുതെ നോക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഫോളോ ചെയ്ത് പോവുക. റാൻഡം ടോപ്പിക്സ് പഠിക്കാണ്ട് ഒരു പ്രോപ്പർ റിവിഷൻ മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ പഠിച്ചതിന് ശേഷം പ്രോപ്പർ ആയിട്ടുള്ള റിവിഷനും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് റീകോൾ ചെയ്ത് റിവൈസ് ചെയ്ത് എത്താനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു പ്ലാനോട് കൂടി തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ആൻഡ് കുറേ പേര് ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ, വെറുതെ കുറെ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് വിചാരിക്കും. അത് നിങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്, അതൊരു മിസ്ഇന്റർപ്രിട്ടേഷൻ ആണ്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, മോക്ക് എക്സാം മാക്സിമം നമ്പർ ഓഫ് മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അഗെയിൻ ടൈം മാനേജ്മെന്റിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. നിങ്ങളൊരു എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് സെൽഫ് അനാലിസിസ് കൊണ്ടുവരാനായിട്ട് പറ്റും. എൻ്റെ വീക്ക് പോയിന്റ് ഏതാണ്, എൻ്റെ സ്ട്രോങ്ങർ പോയിന്റ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫർദർ പ്ലാനിങ് നടത്താനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ മാക്സിമം മോക്ക് എക്സാംസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ 2026 റെലവന്റ് ആയിട്ടുള്ള മോക്ക് എക്സാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ മോക്ക് എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് അത് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണ് എന്നുള്ളത് ഒരിക്കലും വിചാരിക്കരുത്. മോക്ക് എക്സാമിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് അത് പ്രോപ്പർ ആയിട്ട് എല്ലാ മക്കളും എന്ത് ചെയ്യുക, മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ 2 ദിവസം ഇപ്പോൾ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇപ്പോൾ എനിക്ക് കുറച്ച് നേരം റീൽസ് കാണാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഷോർട്സ് കാണാം, അല്ലെങ്കിൽ കുറച്ച് നേരം കളിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൽ ടെമ്പററി ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിലേക്ക് നിങ്ങൾ എത്തുന്ന ഒരു പോയിന്റ് വരും അല്ലെ? അതായത് ഇപ്പൊ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാണ്ടിരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രൗഡ് ആയിട്ട് കിട്ടുന്ന ഒരു മൊമെന്റ്, നിങ്ങൾ ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ലല്ലോ, ഞാൻ ട്രൈ ചെയ്തുല്ലോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു പ്രൗഡ് മൊമെന്റ് നിങ്ങൾക്ക് കിട്ടും. ആ മൊമെന്റിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം, അല്ലെങ്കിൽ ആ മൊമെന്റിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യണം, ഇപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പൊ ആ ടെമ്പററി ഹാപ്പിനെസിന്റെ പുറകിൽ പോവാണ്ട് എന്ത് ചെയ്യുക, അത് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു പെർമനന്റ് ഹാപ്പിനെസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് നിങ്ങൾ ഇപ്പോഴേ കയറിക്കൊണ്ടിരിക്കുക. ഓക്കെ, മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പൊ ടെമ്പററി ഹാപ്പിനെസ് ആയിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിലേക്ക് ഒന്നും പോവാണ്ട്
മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സമയം കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറാൻ പോകുന്നവരാണ് നിങ്ങൾ അല്ലേ. അപ്പൊ ആ ഒരു മൊമെന്റിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ, യെസ്. അതേപോലെ തന്നെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട്, അതായത് 2 ദിവസം ഫുൾ മോട്ടിവേഷൻ, യെസ് ഞാൻ ഓക്കെ ഇപ്പം മിസ് പറഞ്ഞു കേട്ടു, നിങ്ങൾക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആയി, നിങ്ങൾ ഓക്കെ ഈ 2 ദിവസം ഞാൻ തകർത്ത് വാരി പഠിക്കും എന്ന് പറഞ്ഞിട്ട് പോവുക. എന്നിട്ട് 2 ദിവസം ഓക്കെ 2 ദിവസം ഞാൻ നന്നായിട്ട് പഠിച്ചില്ലേ, ഇനി ഒരു ദിവസം റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ച് പോവരുത്. ഏതൊരു കാര്യം എന്ത് സംഭവം ആയിക്കോട്ടെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് കിട്ടുള്ളൂ അല്ലെ. ഇപ്പൊ ഈവൻ നിങ്ങളിപ്പോ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പൊ സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെറുതെ 2 ദിവസം വെറുതെ ചെയ്തിട്ട് 3-ാം ദിവസം നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം. എന്ത് കാര്യം ആയിക്കോട്ടെ, ഏതൊരു സംഭവം ആയിക്കോട്ടെ, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യത്തിൽ ഇരുന്ന് നിങ്ങളുടെ ഫുൾ എഫേർട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫൈനലി നമുക്കൊരു നല്ലൊരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ടായിരിക്കുള്ളൂ, എന്ത് കാര്യത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാണ്ടിരിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വിജയിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും എന്നുള്ളത് മിസ്സിന് ഉറപ്പാണ്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, യെസ് പ്രോപ്പർ ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ എക്സാം എഴുതുക, പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടി തന്നെ മുന്നോട്ട് പോവുക, അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.